പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമൻറ്റ് കൊണ്ട് ഒരു അടിപൊളി ഫ്ലവർ പോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഈ ഫ്ലവർ പോട്ട് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. ഇതിനാദ്യം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള ഒരു ഷീറ്റ് പേപ്പറാണ്. അപ്പോൾ നമുക്ക് എത്ര പൊക്കം വേണോ ആ ഒരു പൊക്കത്തിന് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ ചുറ്റി കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ ചുറ്റിയെടുത്ത് മാസ്കിങ് ടേപ്പ് കൊണ്ട് നല്ലോണം ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ബലൂണാണ്. അപ്പോൾ ബലൂണ് നല്ലോണം ഊതി വീർപ്പിച്ചിട്ട് നമുക്ക് ആ പേപ്പറിൻ്റെ അകത്തോട്ട് നല്ലവണ്ണം ഇരിക്കത്ത രീതിയിൽ പ്രസ് ചെയ്ത് താഴോട്ട് ഇറക്കി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഫെവിക്കോളും വെള്ളവും കൂടെ മിക്സ് ചെയ്തതും പിന്നെ കുറച്ച് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ബുക്ക് പേപ്പർ. അപ്പോൾ നമ്മൾ ഫെവിക്കോളും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ആ പശയിൽ പേപ്പർ നല്ലോണം മുക്കിയിട്ട് ബലൂണിൻ്റെ പുറത്ത് മൊത്തത്തിൽ കവർ ചെയ്ത് വരത്തക്ക രീതിയിൽ ഒരു 8 ലെയർ, ആദ്യത്തെ ലെയർ ഒട്ടിച്ചു കൊടുത്ത് അതേ കണക്ക് ഒരു 8 ലെയർ നല്ലോണം ഒട്ടിച്ചു കൊടുത്ത് നല്ല കട്ടി കൂട്ടിയെടുക്കുക. അപ്പോൾ കട്ടി കൂട്ടിയെടുത്ത് അത് ഏകദേശം ഒരു ദിവസം നല്ലോണം വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇനി നമുക്ക് ആ പോട്ട് എത്ര പൊക്കം വേണോ ആ ഒരു പൊക്കത്തിനനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള അടിയിലുള്ള ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റി കളയാം. അടി ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഒരു ചെറിയ റൗണ്ട് ഷേപ്പിൽ ഷേപ്പ് ചെയ്തെടുക്കുക. അത് തിരിച്ച് വയ്ക്കാൻ നേരത്ത് തറയിലിരിക്കത്ത രീതിയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് വയ്ക്കാൻ വേണ്ടി ചെറിയൊരു മോൾഡ് കൂടെ വേണം. അതിനുവേണ്ടി പ്ലാസ്റ്റിക് ബോട്ടിലായിരുന്നാലും മതിയാകും. അപ്പോൾ ഒരു ചെറുതായി നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ മോൾഡിൻ്റെ അകത്ത് വയ്ക്കാൻ നേരത്ത് നമുക്ക് ചുറ്റാതെ ഒരു സിമൻറ്റിൻ്റെ കനം ഒരു 1/2 ഇഞ്ചെങ്കിലും കിട്ടണം. അപ്പോൾ ഇനി വൈറ്റ് സിമൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് നല്ലവണ്ണം അതിൻ്റെ ചുറ്റാതെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു 10 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വെളിയിലുള്ള പേപ്പറെല്ലാം ഇളക്കി മാറ്റാം. വെളിയിലുള്ള പേപ്പറെല്ലാം ഇളക്കി മാറ്റിയിട്ട് നമ്മൾ ഇനി അടുത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടി സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി ആ പ്ലാസ്റ്റിക് ബോട്ടിലൊന്ന് തെളിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഒരു 5 പീസുകളായിട്ട് നമ്മളതിനെ വരച്ചെടുക്കണം. 5 ആയിരുന്നാലും 6 ആയിരുന്നാലും നമുക്ക് എത്ര കിട്ടുന്നോ ആ ഒരു അളവിന് നമുക്ക് വേണ്ട ഒരു എത്ര പീസുകൾ വേണോ ആ ഒരു അളവിൽ അതിനെ മൊത്തം മാർക്ക് ചെയ്തിട്ട് ആ ഗ്രൂവ് ഒന്ന് തെളിച്ചെടുക്കാം. ആ വരകൾ നല്ലവണ്ണം തെളിച്ചെടുത്ത് ബാക്കിയുള്ള ചെറിയ തടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനേക്ക് ഒന്ന് ചെറിയ ബ്ലേഡോ എന്തെങ്കിലും കൊണ്ട് കത്തിയോ കൊണ്ട് നല്ലവണ്ണം ഒന്ന് ഉരച്ച് കളഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് പെട്ടെന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റ് നമ്മൾ പോട്ട് എത്ര പീസുകൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പം വരകളെല്ലാം കറക്റ്റ് തെളിച്ചിട്ടിട്ട് ഇനി അടുത്ത് നമുക്ക് അതിനെല്ലാം നല്ല ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി 80ൻ്റെ സാൻഡ് പേപ്പറും വെള്ളവും കൂടെ ഉപയോഗിച്ച് നല്ലവണ്ണം പേപ്പറും കൂടെ പിടിച്ച് നല്ല ഫിനിഷ് ചെയ്തെടുക്കുക. പേപ്പറെല്ലാം ചെയ്തതിന് ശേഷം ഇനി അടുത്ത് ഒരു 10-15 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനകത്തുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ പതുക്കെ ഒന്ന് ഇളക്കി മാറ്റിയിട്ട് അതിൻ്റെ അകത്തും കൂടെ ഒന്ന് പേപ്പർ ഇട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം നമുക്ക് സാധാ പേപ്പർ റൗണ്ട് ഷേപ്പിൽ ചുറ്റി വെച്ചിരുന്നാലും അകത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് ബോട്ടിലിൻ്റെ അത്ര തടുപ്പ് ഉള്ളുവശത്ത് വരത്തില്ല. ഇനി അതിൻ്റെ ആ മുകളിൽ വണ്ണമുള്ള സൈഡൊക്കെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ ഉരുട്ടി പേപ്പർ ചെയ്തെടുത്തിട്ട് നമുക്കതിനെ തിരിച്ച് വെച്ച് അതിൻ്റെ അടിയിലൊരു തെർമോക്കോളിൻ്റെ ഷീറ്റോ അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ പീസോ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വൈറ്റ് സിമൻറ്റ് ഒന്ന് കലക്കി ഒഴിക്കണം. അതൊഴിച്ച് ഏകദേശം ഒരു ദിവസം കഴിഞ്ഞിട്ട് അടിയിൽ വെച്ചിരിക്കുന്ന പേപ്പർ അല്ലെങ്കിൽ തെർമോക്കോളിൻ്റെ ഷീറ്റ് എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ അടി സൈഡും കൂടെ ഒന്ന് പേപ്പർ ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലേ അല്ലെങ്കിൽ ഫെവിക്രിലിൻ്റെ മോൾഡിറ്റാണ്. അപ്പോൾ മോൾഡിറ്റ് അതിനകത്ത് ഒരു പാക്കറ്റിനകത്ത് 2 എണ്ണം വരും. അപ്പോൾ അതിനെ രണ്ടിനെയും കൂടെ നമ്മുടെ ആവശ്യത്തിന് തുല്യ അളവിലെടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഒരുപാട് മിക്സ് ചെയ്ത് വെക്കരുത്, കാരണം രണ്ടാമത് നമുക്ക് ഉപയോഗിക്കാതെ പറ്റത്തില്ല. അതുകൊണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യപ്പോൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുക്കുക. ഇനി അതിൻ്റെ പുറത്ത് കുറച്ച് ഡിസൈനൊക്കെ കൊടുക്കാം. കുറച്ച് പൂക്കളും കുറച്ച് ഇലയും ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി ഇലയുടെയൊക്കെ ഒരു ഷേപ്പിൽ നമ്മൾ ചെറുതായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ട് അതിലൊട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് ചെറിയ കത്തിയുണ്ട് നല്ലവണ്ണം ഇലയുടെ ഷേപ്പിലും പൂക്കളുടെ ഷേപ്പിലും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും.
ക്ലേ ആയിരുന്നാലും മോൾഡേറ്റ് ആയിരുന്നാലും ചിലപ്പോൾ നമ്മൾ കയ്യിലൊക്കെ നല്ലവണ്ണം ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ നമ്മൾ കുറച്ച് പൗഡർ പുരട്ടിയാൽ മതിയാകും. നമ്മുടെ കയ്യിൽ അകത്ത് നല്ലവണ്ണം ഒന്ന് പൗഡറൊക്കെ ഒന്ന് പുരട്ടി കൊടുത്താൽ നമ്മുടെ കയ്യിൽ അത് ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി അടുത്ത് നമുക്ക് കളർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം പോട്ടെല്ലാം നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് വേണ്ട കളർ കൊടുക്കാം. അപ്പം കളർ കൊടുക്കാൻ എടുത്തേക്കുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ആക്രിലിക്കിൻ്റെ കളർ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വരുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.